ഹോളിവുഡ് സിനിമകളിൽ ഈച്ചകൾ, ചിലന്തികൾ, വണ്ടുകൾ മുതലായവ മനുഷ്യനെയും മൃഗങ്ങളെയും ആക്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതിന്റെ മുട്ടകൾ വിരിയുന്ന പുഴുക്കൾ ഈച്ചയായി മാറുന്നതും കണ്ടിട്ടുണ്ടാവുമല്ലോ. ചില പുഴുക്കൾ മറ്റു മൃഗങ്ങളുടെ മാംസം ഭക്ഷണമാക്കി ജീവിതചക്രം പൂർത്തീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെ സസ്തനികളുടെയും ചില പക്ഷിവർഗങ്ങളുടെയും ശരീരത്തിൽ കയറിക്കൂടുന്നുവെന്നും അവ എങ്ങനെ വളർച്ച പ്രാപിക്കുമെന്നും ശാസ്ത്രത്തിന് കൗതുകകരമാണ്. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ കാണുന്ന ഇവ ജന്തുലോകത്തിന് വളരെ അപകടകരമാണ്. 150-ൽ പരം സ്പീഷീസിലുള്ള പാരസൈറ്റ് ഈച്ചകളായ ബോട്ട് ഫ്ലൈയെ കുറിച്ചാണ്. വെൽക്കം ടു മോഷൻ ബുക്സ്, ഇറ്റ്സ് ഇൻഫോ ടൈം. ബോട്ട് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ പുഴുക്കൾ എന്നാണ്. വാർബിൾ ഫ്ലൈസ്, ഹീൽ ഫ്ലൈസ് ആൻഡ് ഗാഡ് ഫ്ലൈസ് എന്നെല്ലാം ഇവ അറിയപ്പെടുന്നു. ഇവയെല്ലാം ഉൾപ്പെടുന്ന കുടുംബത്തെ ഓയിസ്റ്റർഡേ എന്നാണ് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവയുടെ ജീവിത കാലചക്രം സസ്തനികളിൽ ഇന്റേണൽ പാരസൈറ്റാണ് പൂർത്തീകരിക്കുന്നത്. ചില പ്രത്യേക സ്പീഷീസിൽ ലാർവ വളരുന്നത് മാംസത്തിലും അന്നനാളത്തിലുമാണ്. ഡെർമറ്റോബിയ ഹോമിനിസ് എന്ന ഒരേ ഒരു സ്പീഷീസ് മാത്രമാണ് മനുഷ്യരിൽ പരാതമായി കാണപ്പെടാറുള്ളത്. മാത്രമല്ല, ഹ്യൂമൻ മയോസിസ് എന്ന മാരകമായ രോഗം ഉണ്ടാക്കുന്നതും ഇവയാണ്. കുറ്ററേബ്രെ ഫോണ്ടിനെല്ല എന്നത് മൗസ് ബോട്ട് ഫ്ലൈ ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നോർത്ത് അമേരിക്ക, സദേൺ കാനഡ, നോർത്തേൺ മെക്സിക്കോ എന്നിവിടങ്ങളിൽ എലികളിലും ചെറിയ സസ്തനികളിലുമാണ് ഇവ കണ്ടുവരുന്നത്. അപൂർവമായി മാത്രമേ ഇത് മനുഷ്യരിൽ പരാതമായി കാണാറുള്ളൂ. ഇത് പരാതമായി കാണുന്ന ശരീരഭാഗങ്ങളിൽ വലിയ മുഴ ഉണ്ടാവാറുണ്ട്. 1827-ൽ ക്ലാർക്ക് എന്ന ശാസ്ത്രജ്ഞൻ ആണ് ഇതിന്റെ ഏറ്റവും പുതിയ വകഭേദത്തിന്റെ ജനുസ് തിരിച്ചറിഞ്ഞത്. വില്യം എൽഫോർഡ് ലീച്ച് എന്ന ശാസ്ത്രജ്ഞനാണ് 1815-ൽ ഈ പരാതങ്ങളുടെ ശാസ്ത്രീയമായ വർഗീകരണം നടത്തി നാമകരണം ചെയ്തിരിക്കുന്നത്. ക്യുട്രബെറിനിനെ, ഗാസ്ട്രോഫെലിനെ, ഹൈപ്പോഡെർമറ്റിനെ, ഓസ്റ്റിനെ ഇതെല്ലാമാണ് ഇവയുടെ വകഭേദങ്ങൾ. ക്യുട്രബെറിനിനെ കരണ്ട് തിന്നുന്ന ജീവികളായ അണ്ണാൻ, മുയൽ എന്നിവയിൽ ആക്രമിക്കുന്ന ജനസാണ്. ഗാസ്ട്രോഫെലിനെ എന്ന വകഭേദത്തിന്റെ ലാർവ സസ്യബുക്കുകളായ കുതിര, മാൻ എന്നിവയുടെ അന്നനാളത്തിൽ കാണപ്പെടുന്നു. കുതിരകൾ മുഖം ഉപയോഗിച്ച് മുൻകാലിന്റെ അടിയിൽ ചൊറിയുമ്പോൾ വായ വഴി ഈ ലാർവ അന്നനാളത്തിൽ എത്തുന്നു. ഇതിന്റെ മുട്ടകൾ മഞ്ഞ നിറമുള്ള തുള്ളികളെ പോലെയാണ് കാണപ്പെടുന്നത്. ഇതിന്റെ വേറൊരു വകഭേദമായ കബോൾഡിയ എലിഫന്റീസ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആനയുടെ വായോടടുത്തും കൊമ്പുകളുടെ ചുവട്ടിലുമാണ് ഇവ മുട്ടയിടുന്നത്, ലാർവകൾ വിരിയുന്നതും. എന്നാൽ ഇത് കാണുന്നത് ഏഷ്യൻ എലിഫന്റ്സിലാണെങ്കിൽ മറ്റൊരു വകഭേദമായ കബോൾഡിയ ലക്സോഡോൻഡിസ് പരാതമായി കാണുന്നത് ആഫ്രിക്കൻ ആനകളിലാണ്. 1915-ൽ കബോൾഡിയ റസോനോവി എന്ന പരാതത്തിന്റെ ഫോസിൽ മഞ്ഞിലുറച്ചുപോയ മാമത്തിൽ നിന്നും കണ്ടെടുത്തായി പറയപ്പെടുന്നു. തോമസ് സ്പെൻസർ കബോൾഡ് 1828 മുതൽ 1886 വരെ നടത്തിയ പഠനങ്ങളിൽ നിന്നും വിവരങ്ങൾ ഉപയോഗിച്ചാണ് അദ്ദേഹത്തിന്റെ കാലശേഷമായി ഈ സ്പീഷീസിന് കബോൾഡിയ എലിഫന്റീസ് എന്ന പേര് നിർണ്ണയിക്കപ്പെട്ടത്. റൈനോസറസിനെ ആക്രമിക്കുന്ന മറ്റൊരു വകഭേദമാണ് ഗൈറോസ്റ്റിഗ്മ റൈനോസെറന്റിസ്. ആഫ്രിക്കയിൽ കാണപ്പെടുന്ന വെളുത്തതും കറുത്തതുമായ റൈനോസറുകളുടെ വയറിന്റെ ഉൾഭിത്തിയിൽ കാണപ്പെടുന്ന സാമാന്യം വലുപ്പമുള്ള പാരസൈറ്റാണ് ഇവ. ഹൈപ്പോഡെർമറ്റിഡെ എന്നത് ഇവരിൽ സാമാന്യം വലിയ പരാതജീവിയാണ്. ഇതിനെ വാർബിൾ ഫ്ലൈ, ഹീൽ ഫ്ലൈ, ബോം ഫ്ലൈ, ഗാഡ് ഫ്ലൈ എന്നും വിളിക്കാറുണ്ട്. ഇതിന്റെ ലാർവകൾ കാട്ടുപോത്ത് ഉൾപ്പെടെയുള്ള സസ്തനികളുടെ മൃദുലമായ ത്വക്കിൽ നിക്ഷേപിക്കപ്പെടുന്നു. ഇത് സസ്തനികൾക്ക് വളരെ അപകടകാരികളാണ്. എസ്റ്റിനെ ഏതാണ്ട് 34ഓളം വകഭേദങ്ങളുള്ള സബ് ഫാമിലിയാണ്. ഇതിന്റെ വളർച്ചയെത്തിയ പെണ്ണീച്ചകൾ മുട്ടയിടുന്നതും ലാർവകൾ വിരിയുന്നതും സസ്തനികളായ മാൻ, ആട് എന്നിവയുടെ ശരീരത്തിലാണ്. ഇത് മൃഗങ്ങളുടെ മൂക്കിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. മേറ്റിംഗ് സീസൺ കഴിഞ്ഞ് ഏതാണ്ട് 100 മുതൽ 400 മുട്ടകൾ വരെ ഇവ ഇടാറുണ്ട്. പ്രായപൂർത്തിയെത്തിയ ഈ പരാതജീവി 8-9 ദിവസം മാത്രമേ ആയുസുള്ളൂ. പക്ഷേ ബോട്ട് ഫ്ലൈക്ക് തങ്ങളുടെ മുട്ടകൾ വിരിയിക്കാനോ സൂക്ഷിച്ചു വെക്കാനോ കഴിയില്ല. ഈ മുട്ടകൾ വിരിയണമെങ്കിൽ അതിന് അനുയോജ്യമായ കാലാവസ്ഥയും ഊഷ്മാവും ആവശ്യമാണ്. ഈ മുട്ടകൾ കൊതുക്, ഈച്ച, ചെള്ള് മുതലായ വെക്ടേഴ്സ് വഴി മറ്റ് ജീവികളുടെ ശരീരത്തിൽ എത്തപ്പെടുന്നു. ഇങ്ങനെ മറ്റൊരു ശരീരത്തിൽ എത്തപ്പെടുന്നതിന് അവ ഉപയോഗിക്കുന്ന തന്ത്രം എന്തെന്നാൽ കാലുകൾ കൊണ്ട് ഈ വെക്ടേഴ്സിന്റെ ചിറകിൽ പിടിച്ച് മുട്ടകൾ മറ്റൊരു ശരീരത്തിൽ നിക്ഷേപിക്കുക എന്നതാണ്. അങ്ങനെ ഒരു ജീവിയിലേക്ക് ഒരു പ്രാവശ്യം എത്തുന്നത് 15 മുതൽ 30 മുട്ട വരെ ആയിരിക്കും. മുട്ടകൾ വിരിഞ്ഞ് ലാർവയായാൽ ഈ ലാർവ ത്വക്ക് തുളച്ച് ശരീരത്തിൽ പ്രവേശിക്കുകയും ത്വക്ക് തന്നെ ഭക്ഷണമാക്കുകയും ചെയ്യുന്നു. മനുഷ്യരിൽ ഇതുണ്ടായാൽ വലിയ വേദന അനുഭവിക്കേണ്ടി വരുന്നു. അതിനാൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടത് അനിവാര്യമാണ്. മനുഷ്യരിലും മറ്റ് മൃഗങ്ങളുടെയും ശരീര ഊഷ്മാവ് അനുകൂലമായതുകൊണ്ടാണ് ഈ പരാതജീവികൾക്ക് അവരിൽ വളരാൻ സാധിക്കുന്നത്.
ചില പരാതങ്ങൾ ത്വക്കിൽ നേരിട്ട് മുട്ടകൾ നിക്ഷേപിക്കുകയും ലാർവകൾ വിരിയുകയും ചെയ്യാറുണ്ട്. മൃഗങ്ങൾ ശരീരം നക്കുന്നത് വഴി മുട്ടകൾ അന്നനാളത്തിലും എത്തപ്പെടുന്നു. വളർച്ച എത്തിയാൽ ലാർവ ആതിഥേയരിൽ നിന്നും താഴെ വീണ് മണ്ണിൽ എത്തുകയും അവിടെ വളർച്ച പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. ഈ ജീവിതചക്രം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നാൽക്കാലികളിൽ ഇവയുടെ ആക്രമണം ഉണ്ടായാൽ മുറിവുകൾ വഴി ബാക്ടീരിയകൾ ഉള്ളിൽ എത്തുകയും അവ പെട്ടെന്ന് വളർച്ച പ്രാപിക്കുകയും ചെയ്യുന്നു. ഇത് ത്വക്കിനടിയിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും വലിയ മുഴകളായി രൂപപ്പെട്ട് വേദന അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നു. ആന്റിബയോട്ടിക് പോലുള്ള മരുന്നുകൾ ഉപയോഗിച്ചില്ല എങ്കിൽ ഈ നാൽക്കാലികൾ 3 മുതൽ 11 മാസത്തിനുള്ളിൽ ചത്തുപോകാനും ഇടയുണ്ട്. പെറൂവിയൻ കാടുകളിൽ കാണുന്ന മക്കാവ് ഉൾപ്പെടെയുള്ള തത്തവർഗ്ഗങ്ങളെ ഇവ ബാധിക്കാറുണ്ട്. എങ്ങനെയെന്നാൽ തത്തവർഗ്ഗങ്ങളുടെ കൂട്ടിലാണ് ഇവ മുട്ട നിക്ഷേപിക്കുന്നത്. അങ്ങനെ ഇവയുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഇവ പ്രവേശിക്കുന്നു. ഏതാണ്ട് 63 ലാർവ വരെ ഒരു ചെറിയ കുഞ്ഞിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നോർത്ത് അമേരിക്കയുടെ തണുപ്പുള്ള പ്രദേശങ്ങളിൽ കാണുന്ന റെയിൻ ഡിയർ തുടങ്ങിയ മൃഗങ്ങളുടെ ഭക്ഷണമാക്കുന്ന ഒരു ഭാഗം ജനങ്ങളുണ്ട്. കരീബിയോ ബാർഫ്ലൈ മൈഗോട്സ് ധാരാളമായി കാണപ്പെടുന്നു. ഡൈക്ലോറോവിനൽ ഡൈമീഥൈൽ ഫോസ്ഫേറ്റ് എന്ന കീടനാശിനി ഇതിന് ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 1975 കണ്ടെത്തിയ എവർമെക്റ്റിൻ എന്ന ആന്റി പാരസൈറ്റിക് ഡ്രഗ് ആദ്യകാലങ്ങളിൽ ഇത് വെറ്റിനറി മെഡിസിൻ ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. 1987 മനുഷ്യനിലും ഇത് ഉപയോഗിക്കാമെന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യരിൽ നിന്ന് ലാർവകളെ പുറത്തെടുക്കുന്നതിന് വേണ്ടി മുഴയുള്ള ഭാഗത്തെ മുറിവുകൾ വലുതാക്കുകയും അവിടെ നിന്ന് ലാർവകളെ എടുത്തു മാറ്റുകയും ചെയ്യുന്നുണ്ട്. ബോട്ട് ഫ്ലൈ ആക്രമണത്താൽ ഉണ്ടാകുന്ന ദ്വാരങ്ങൾ കാണുമ്പോൾ നിങ്ങളിൽ ഒരു അറപ്പും വെറുപ്പും തോന്നുന്നുണ്ടാവാം. തേനീച്ചക്കൂട്, കടന്നൽക്കൂട് മുതലായവ അനേകം സുഷിരങ്ങൾ ഉള്ള കൂടുകൾ കാണുമ്പോഴും നിങ്ങൾക്ക് ഈ വികാരം ഉണ്ടാവാം. ഇതിനെയാണ് ട്രൈഫോഫോബിയ, അതായത് ഫിയർ ഓഫ് ഹോൾസ് എന്ന് പറയപ്പെടുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ കൂടുതൽ അറിയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതുപോലുള്ള അറിവും വിനോദപരമായ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.